السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച പരിപാടികളൊക്കെ ചെയ്തു വരികയാണ്. വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ ദിവസങ്ങൾ നടക്കുന്ന 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ റെഡിയാവേണ്ടതാണ്. അതിനു വേണ്ടുന്ന രീതിയിലെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് 8ാം തീയതി എന്ന് പറയുന്ന ദിവസം ഫെബ്രുവരി 8-ന് ഇവിടെ നിന്ന് കേരളക്കരയുടെ അല്ലെങ്കിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള ജില്ലകളിൽ നിന്നും ഇന്ത്യയുടെ ഉള്ളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഒരുപാട് ആളുകൾ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരും. പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാമത് വാർഷികമാണ്. ഒരു സംഘടനയും ഇതേവരെ ഒരു 100 വർഷത്തിൻ്റെ ചരിത്രം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. അതുകൊണ്ട് പല ആളുകളും പല നിലയ്ക്കും ആക്ഷേപഹാസ്യങ്ങൾ ഉതിർത്താലും കാസർഗോഡ് കുണിയയിൽ പോയി കുനിയാൻ എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും കുനിയാനല്ലാതെ പിന്നെന്തിനാ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ ഖുർആനിലൂടെ അല്ലേ നമ്മളോട് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബിൻ്റെ മുമ്പിൽ ഉണങ്ങാൻ വേണ്ടി നമുക്ക് അന്ന് അവിടെ സമ്മേളിക്കാം. ഏറ്റവും വലിയ ജമാഅത്തായ നിസ്കാരം, അതിലൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ തലകുനിഞ്ഞാണ് നമ്മൾ നിൽക്കേണ്ടത്. അന്നലൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും കാസർഗോഡ് പോയിട്ടല്ലേ അന്നത്തെ ആ വിഷയത്തിൽ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ കുനിയുന്നത്, അല്ലാതെ മറ്റൊരു മഖ്ലൂക്കുകളുടെ മുമ്പിലല്ല, സൃഷ്ടികളുടെ മുമ്പിലല്ല. അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. തലപ്പാവുള്ളവരും തലപ്പാവില്ലാത്തവരുമൊക്കെ സമസ്തയെക്കുറിച്ച് ഇകഴ്ത്തിയും ഒരു പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കുനിയാനാണ് പോകുന്നത് എന്ന് പറയുന്ന ആളുകളൊക്കെ. എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതിനല്ലല്ലോ നമ്മളൊക്കെ പോകുന്നത്. ശുദ്ധമായ ദീനുൽ ഇസ്ലാം, മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാന് കാവൽ നിന്ന 100 വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇന്ത്യൻ മുസൽമാൻ്റെ, പ്രത്യേകിച്ച് കേരളക്കരയിലെ മുസ്ലിമീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാൻ അതിലേറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അതിലുപരി സമസ്തയെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും അമ്പെയ്ത്ത് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലുമുണ്ട്, പുറമേ ഉള്ള കൂട്ടത്തിലുമുണ്ട്. അവരൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അതിനൊന്നും യാതൊരു ഒരു തള്ളിക്കളയേണ്ട രൂപത്തിൽ തള്ളിക്കളയുക എന്നാണ് പറയുക. അതൊക്കെ ചവറ്റുകൊട്ടയിലേക്കാണ് അറിയപ്പെടേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തൊട്ടുകളിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല എന്നൊരു സത്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആ 4ാം തീയതി ഫെബ്രുവരി 4ാം തീയതി മുതൽ 8 കൂടിയ ദിവസങ്ങൾ നടക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാമത് വാർഷിക മഹാസമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഇപ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവിടെയൊക്കെ നമ്മളൊക്കെ എത്തുന്ന സമയത്ത് നമ്മളൊക്കെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ച്, സമസ്തയുടെ 100ാം വാർഷികത്തെ സംബന്ധിച്ച് ഇനിയൊരു 100 വർഷം ഉണ്ടാവണമെങ്കിൽ ഇനിയൊരു 100 വർഷം കൂടി കഴിയേണ്ടതുണ്ട്. ഈ 100ാമത് വാർഷികത്തിന് അതിൻ്റെ മുന്നോടിയായി തന്നെ ഒരു തഹിയ ആപ്പ് വഴി ക്രൗഡ് ഫണ്ട് റൈസ് ചെയ്തിരുന്നു. ഏകദേശം 46 കോടി രൂപയുടെ ഉപയേക്കാൾ കൂടുതൽ 46 കോടി രൂപ സമാഹരിച്ചുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നു, പല ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട്. ഇതിൽ നമ്മൾ മാത്രമല്ല, ഹൈന്ദവരായ ആളുകൾ, സഹോദരിമാർ, സഹോദരന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുമക്കൾ എല്ലാവരും തഹിയയുടെ ഭാഗമായിട്ടുണ്ട്.
ഈ കാലഘട്ടത്തിൽ സ്വർണത്തിന് വില കുതിച്ചുയരുന്ന കാലഘട്ടത്തിൽ പോലും സ്വർണം നൽകിയ സഹോദരിമാരുണ്ട്, ഒരുപാട് ആളുകൾ. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാമത് വാർഷികം ഫെബ്രുവരി 8, 2026 ഫെബ്രുവരി 8 കാസർഗോഡ് കുണിയയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഫ്ലാഗ് പോസ്റ്റിൻ്റെ കാലുനാട്ടൽ കർമ്മം, അതൊക്കെ പന്തലിന് കാലുനാട്ടൽ കർമ്മങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വീഡിയോസിൽ കണ്ടതായിരിക്കും. അപ്പോൾ ക്യാമ്പ് നടക്കുന്ന ഒരു ഭാഗം, സമ്മേളനം നടക്കുന്ന മറ്റൊരു നഗരി, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവിടേക്ക് എത്തിയാൽ മതി. വലിയൊരു ജനസാഗരം. ബാംഗ്ലൂരൊക്കെ നമ്മൾ പോകുമ്പോൾ അതേവരെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രഖ്യാപനവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പങ്കെടുത്തിരുന്നു ബാംഗ്ലൂർ മൈതാനത്ത് സ്റ്റേഡിയം, ആ ഒരു ഗ്രൗണ്ടിൽ. അന്ന് രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് പോലും അത്ര ആളുണ്ടായിരുന്നിട്ടില്ല. അതുവരെ ഏറ്റവും കൂടുതൽ പരിപാടിക്ക് ആളുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ പരിപാടിയായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ചരിത്രമൊക്കെ മാറ്റി തിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച നമ്മുടെ സമസ്തയുടെ മക്കൾ ആ ഗ്രൗണ്ട് ഫുള്ളാക്കി. അവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ജനാവലി ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു. പുറത്തും ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയ ഒരു സമ്മേളനമായിരുന്നു അത്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും വലിയ സമ്മേളനമായി, നമ്മൾ ഇതേവരെ കണ്ടിരുന്ന സമ്മേളനങ്ങളെക്കാൾ ഏറ്റവും വലിയ സമ്മേളനമായി ഈ ഒരു സമ്മേളനത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും പല നിലയ്ക്കുമുള്ള കുതന്ത്രങ്ങളും പരിഹാസങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിനെതിരായിക്കൊണ്ട് പറയും. അതിനൊന്നും നിങ്ങൾ വകവെച്ചു കൊടുക്കരുത്. അതൊക്കെ അർഹിക്കേണ്ടുന്ന അവഗണന കൊടുത്ത് അതിനെയൊക്കെ നിങ്ങൾ തള്ളിക്കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ, ബഹുമാനപ്പെട്ട സമസ്തയോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.